48 ലക്ഷം രൂപ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് ചിലവാക്കിയ ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു അതിൻ്റെ ആ ഒരു കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇതാണ്? അത് പ്രേതത്തെ ഒഴിപ്പിക്കാൻ 48 ലക്ഷം രൂപ മുടക്കിയ ഒരാൾ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുള്ളി മുടക്കാണ്. വീട്ടിൽ പ്രേതബാധയാണ്, മൊത്തം അനർത്ഥങ്ങളാണ് വീട്ടിൽ നടക്കുന്നത്. ആ മനുഷ്യൻ അവസാനം തപ്പി കണ്ടെത്തിയതാണ് എൻ്റെ അടുക്കൽ വരികയാണ്. ഞാൻ മിബോ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൻ്റെ വൺ ഓഫ് ദ ഡയറക്ടറാണ്. ഇതൊരു പ്യുവർ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് എനിക്കറിയാം. ഞാൻ അതൊരു നമ്മുടെ ഹോസ്പിറ്റലുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിലേക്ക് ഞാൻ റെഫർ ചെയ്തു. അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഡെലൂഷനാണ്. മനസ്സിലായോ? അതിന് തെറാപ്പികളും സൈക്കാട്രിക് ഹെൽപ്പും മെഡിസിൻസുമാണ് അയാൾക്ക് വേണ്ടത്. ഇത് ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ കഴിവുള്ള വിദ്യകൾ ഇവിടെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അത്രയും നമ്മുടെ മെഡിക്കൽ മേഖല വളർന്ന സ്ഥലത്ത് ഇപ്പോഴും ഈ സ്യൂഡോ സയൻസുകളുടെ പുറകെ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ അത്ഭുതങ്ങൾ കാണിക്കുന്ന കലാകാരൻ്റെ പുറകെയും കൂടെ പോകാൻ തുടങ്ങി. മറ്റു പല ആൾക്കാരും കലാകാരന്മാരല്ല. ഇപ്പം ജ്യോതിഷമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, കൈരേഖ, മഷിനോട്ടം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇരിക്കുന്നത്. ഇവരെന്തോ ദിവ്യ മറ്റേ ഏലിയൻ്റെ അടുത്തൊന്നും അങ്ങാണ്ട് മറ്റേ ഡയറക്റ്റ് സൈൻ കിട്ടിയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. നമ്മളിത് കലയായിട്ട് അവതരിപ്പിച്ച് കൈയടിക്കുക, അല്ലെങ്കിൽ ആരും അത്ഭുതപ്പെടും. നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, ഇമോഷൻസിൽ ഇപ്പോൾ കരയുക എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്, ചിരിക്കുക ഇമോഷനാണ്, വൗ എക്സൈറ്റ്മെൻറ്റ് അല്ലേ? ആ ഇമോഷൻ ഉണ്ടാക്കുക, അതിനെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ ക്ലെയിമിങ്ങും ഇല്ല, ഒന്നുമില്ല.